ദാ കാണുന്നതാണ് ഇടാ ഗുഹ. ഞാൻ സ്റ്റെപ്പ് കയറി ഇവിടെ എത്തി. അങ്ങോട്ടെത്തണം, ആ മേലക്കെത്തണം കേട്ടോ. മൊത്തം കാണട്ടോ ഒരുവിധം. ഇവിടെയാണ് നമ്മൾ കാണുന്നത്. മേബി ഇതിനൊക്കെ കത്തിജ്വലിച്ച് വന്നിട്ട് ഇങ്ങനൊരു കയറ്റം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ മക്കത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ പാടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്ന് ജബൽ നൂർ കയറാൻ വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞ പാടെ ഇറങ്ങുകയാണ്. ഇനി അവിടുന്ന് ടാക്സി എന്തെങ്കിലും വിളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ മേലൊരു ഹോട്ടലുണ്ട്. എല്ലാവരും പറമ്പെന്ന് വരുന്നുണ്ട് കേട്ടോ. തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് വന്നു. ഇനി വണ്ടി എടുക്കാൻ പോകുന്നില്ല, ഇവിടുന്ന് ഏതെങ്കിലും ടാക്സി വിളിച്ചിട്ട് പോകണം. വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറേ ലോങ് പോകണം. പെട്ടെന്ന് പോയായിരുന്നു. പിന്നെ അതുമല്ല, വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ അവിടെ ഇനി കുറേ തപ്പിയെടുക്കേണ്ടി വരും. അറിയില്ല എന്താണ് പാടെന്നുള്ളത്. എന്തെങ്കിലും ടാക്സി ഇട്ട് നോക്കട്ടെ കേട്ടോ. ഫാത്തിമ നോക്കണ്ടേ, ടാക്സി ഇട്ട് നോക്കട്ടെ. ഫൈനലി ടാക്സി കിട്ടി. ഞങ്ങൾ ടാക്സിയിൽ കയറിയിരുന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങളോട് 25 റിയാലാണ് മേടിച്ചത്. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. 18 കിലോമീറ്ററോ എത്രയോ കിലോമീറ്റർ ഉണ്ട് എന്തായാലും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ് മേടിച്ചത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ലൊരു രസമായിരുന്നു കേട്ടോ കാണാനും. ആ ഒരു തണുപ്പും ആ ഒരു വൈബും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബിൽഡിങ്ങുകളും അതിൻ്റെ അടിയിൽ കൂടി ഈ സൺറൈസ് ഇങ്ങനെ കാണുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ജബൽ നൂർ കയറാൻ പോകുന്നത് കേട്ടോ. മുമ്പൊക്കെ മക്കത്തേക്ക് വന്നിട്ടുണ്ട്, അന്നൊന്നും കയറിയിട്ടില്ലായിരുന്നു. കാരണം ടൈം ഉണ്ടാവില്ല. ഉംറ കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ തിരിച്ച് ദവാത്മയിലോട്ട് തന്നെ പോവും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. മോർണിംഗ് കൊണ്ട് ഫസ്റ്റായിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ ഞങ്ങളെ ആദ്യമായിട്ടാണ് കയറുന്നത്. പിന്നെ ഈ ചെറിയ കുട്ടീനെയും കൊണ്ട് ആദ്യമായിട്ട് കയറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ ആവും, എന്താ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂലേ എന്നൊക്കെ ഉണ്ട്. എന്നാലും കയറി ഇറാ ഗുഹയൊക്കെ ഒന്ന് കാണണം, പറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിസ്കരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറത്ത് പോവുകയാണ്. അപ്പോൾ റോഡിലൊക്കെ തിരക്കുകൾ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കാരണം അതിരാവിലെയാണ് 6 മണി ആ ടൈമാണ്. എന്നാൽ തന്നെ ഇപ്പോഴേക്കും അവിടെ ആൾക്കാർ കയറി ഇറങ്ങൽ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റി. ശരിക്കും അവിടേക്ക് സുബഹി നിസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തുക വേണ്ടത്, ജബലിനോണ്ട് അങ്ങോട്ട്. ഞങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഇതായിരിക്കും, വെയിലായിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും പോയോക്കാം. ജബൽ നൂർ മലൻ്റെ താഴെ എത്തിക്കണ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകണം കേട്ടോ. ഇങ്ങനെ ആയിരുന്നല്ലോ ഇവിടെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എന്താക്കും അതല്ലേ വരികളൊക്കെ നേരെ നടന്നു. ഇപ്പം ആൾക്കാരൊക്കെ വരൽ തുടങ്ങി കേട്ടോ. സമയം 6:30 ഞാൻ വിചാരിച്ചിരുന്നു സൺറൈസ്
ആ അമ്മയ്ക്ക് മേലേക്ക് എത്തണമെന്ന്. അത് എത്തും തോന്നുന്നില്ല. അപ്പം തന്നെ 6:30 ആയി. സണ്ണൊക്കെ അവിടെ നിന്ന് റേസ് ചെയ്ത് വരൽ തുടങ്ങി. കണ്ടില്ലേ? മല കയറാൻ പോവാ. കളിയാക്കണേ. അങ്ങോട്ടെത്തണം. പണ്ടൊന്നും ഇത് ഇല്ലായിരുന്നല്ലോ. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ കയറാനായിരുന്നു. ആ താഴെ വരെ വന്നിങ്ങനെ കയറിയില്ല. ഞങ്ങളിതിനു മുമ്പൊക്കെ ഇങ്ങോട്ട് വന്നിങ്ങനെ താഴത്തേക്ക് വന്നിങ്ങനെ, പക്ഷേ മേലെ കയറിയിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ വ്യാഴാഴ്ച വരും, വെള്ളിയാഴ്ച സുബഹിക്ക് ഇങ്ങോട്ട് എത്തും, നേരെ ഉംറയും തിരിച്ച് വെള്ളിയാഴ്ച രാത്രി തന്നെ ദാവാത്മേക്ക് പോകും വേണം. അപ്പോൾ പിന്നെ മല കയറാൻ വന്നിട്ടില്ല. ഇപ്പോൾ കുട്ടിയും കൂടി ഇല്ലേ, 3 ആൾക്ക് ഒരുമിച്ചായിട്ട് കയറാം അങ്ങനെ വിചാരിച്ചില്ലേ. അപ്പോൾ കയറൽ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ സ്റ്റെപ്പ് ഉണ്ടാവുമെന്നാവട്ടോ. അങ്ങോട്ടെത്തണം. ഇവിടേക്ക് പരന്ന സ്ഥല. കുറെ ആൾക്കാർ അവിടെ എത്തിയ. ആ മലന്റെ മേലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഉണ്ടോ? നമ്മളിപ്പോ തന്നെ കഥക്കൽ തുടങ്ങി. എത്താനല്ലോ വന്നിങ്ങനെ. എന്താണത്? പ്രാവുണ്ടോ? പൊളയത്തിനെ നോക്ക്. നമ്മൾ ജെന്നുവിൻ്റെ പൊസിഷനൊന്ന് ചേഞ്ച് ആക്കിയിരിക്കണം. മുമ്പിലുള്ള ജെന്നു നമ്മൾ ബാക്കൊക്കെ ആക്കിയിരിക്കണം. കയറ്റം കയറുമ്പോൾ ഒന്നും കൂടി സുഖത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എന്താ ബിൽഡിംഗ് ഒക്കെ? അതാണോ അല്ല? എന്നാ കാണില്ല. എന്താ തോന്നുന്നു അതാണ് മ്യൂസിയം. വെൽക്കം ടു ദ മീഡിയ ഡെലിഗേഷൻ ഗാല. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഇത്ര ഹൈറ്റിലെത്തിട്ടോ. ഇതൊന്നല്ല ഹൈറ്റ്, അങ്ങോട്ടെത്തണം. കുറേ പേര് കയറി ഇറങ്ങി വരൽ തുടങ്ങി. ഇറങ്ങുമ്പോൾ സുഖമാണ്, ഇറക്കങ്ങനെ ഇറങ്ങിയാൽ മതിയല്ലോ. ചേരലോണ്ട് ഉണ്ടാക്കിയ ചിക്കൻ ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അവിടെ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതെന്താണ് പോലെ ഓപ്പൺ ആക്കാത്ത ഇവിടെ ഒട്ടകങ്ങളൊക്കെ. നമ്മൾ ശരിക്ക് മല കയറാൻ തുടങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ട്.
അവിടുന്ന് അങ്ങോട്ട് കത്തിച്ചിട്ടൊന്നും പറയാനും വയ്ക്കുന്നില്ല. ഇപ്പുറത്ത് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറിയ ഇന്ന് ഇതിങ്ങനെ ചരലിന്ന് ഇങ്ങനെ നിരങ്ങിപ്പോവാ. അത് മാറിക്കോളും. ഈ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കയറാം. ഇപ്പം സ്റ്റെപ്പ് കയറണം. വണ്ടിക്കാര് സൂര്യന് തച്ചു. ഈ ടൈമിൽ ഞാൻ സ്റ്റെപ്പ് കയറി കയറി ഇവിടെ എത്തി. ഞാൻ കേട്ടോ കുറച്ചും കൂടി കയറട്ടെ. ഒരു മുമ്പിലുണ്ട്. കാലങ്ങട്ട് കൊയാണ് ഗൈസ്. പക്ഷെ നമ്മൾ കയറണം. സൂര്യനെ കുതിച്ച് നിൽക്കട്ടോ. കാണാൻ നല്ല രസമാണ്. ചെറിയാണ്. സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചെരുപ്പാട്ടിക്കണത്. ഷൂട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ ഷോപ്സൊക്കെ ഉണ്ട്. ക്ലോക്ക് ടവർ കാണാം ഇവിടെ ഉണ്ടോ ദൂരെ. കുറച്ചൊന്നും എത്തിയിട്ടില്ല. അങ്ങോട്ടെത്തണം. ക്ലോക്ക് ടവർ. അത് കോഫി ഷോപ്പുണ്ട്. ക്ലോക്ക് ടവർ കാണാം. വെള്ളമൊക്കെ കുടിച്ചിട്ട് നീ കയറട്ടോ. ഒന്നും ആയിട്ടില്ല. അങ്ങോട്ടെത്തണം. മക്ക ഒരു ഇതൊക്കെ കാണാൻ പറ്റുന്നു. എന്താ ഭംഗി. അയ്യോ സിറ്റി മൊത്തം കണ്ടിട്ടോ. ഈ ഒരു ഭാഗത്തുള്ള പിന്നെ ഇനി അങ്ങോട്ടുണ്ട്. അവിടെയാണ് മക്ക. ഇനി അങ്ങോട്ട് ഇങ്ങനൊരു കയറ്റം. കയറട്ടെ. ഇനി അങ്ങോട്ടെത്തണം. കുറേ നമ്മളെത്തി. സിറ്റി മൊത്തം കാണട്ടെ ഇവിടുന്ന്. ഞാനേ പറ്റ ബാക്കില്ല. ട്രെയിനല്ല, ഇതിൻ്റെ മേലെ തരാം. നമുക്ക് ആ മേലൊക്കെ എത്തണം കേട്ടോ. ഇനി മേലെത്തട്ടെ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനൊക്കെ കത്തി ജ്വലിച്ച് വന്നിക്കണേ. കൂടി സിറ്റിയാണ് കേട്ടോ. ഇപ്പോഴത്തെ സൈഡ് മലകളാണ് അധികം. വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അൽഹംദുലില്ലാ ഇവിടെ എത്തി. ഇതോടെ നിസ്കരിക്കാം. വിളിച്ചാ അവിടെ നിസ്കരിക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ സാധനങ്ങൾ ഇവിടെ വെച്ച് പോയേക്കാനോ അതോ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് കൊണ്ടുപോകുന്നതല്ലേ. നബി എല്ലാ ദിവസവും വന്ന് കയറിയിരുന്ന പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്ത സ്ഥലമല്ലേ. നമ്മൾ ഒരു വട്ടം കയറുമ്പോഴത്തേന് കുഴങ്ങുന്ന. അൽഹംദുലില്ലാ ഇതാണ് ഇറാ ഗുഹ. ഭയങ്കര തിരക്കാട്ടോ അവിടെ. ചെറിയൊരു സ്ഥലമാണ്. അവിടെ ദ്വാരക്കുന്നുണ്ടോ ഓരോരുത്തർ. എന്നിട്ട് പോട്ടെ. ഇവിടുന്ന് മക്ക മൊത്തം കാണാട്ടോ ഒരുവിധം. ഇവിടെയാണ് നമ്മളെ കാബുള്ളത്. നബി ആ ഗുഹയിലിരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ദ്വാരക്കുമായിരുന്നു, അങ്ങോട്ട് നിസ്കരിക്കുമായിരുന്നു. ബസ് പോട്ടാ, ബസ് കണ്ടിട്ട് പോരി. ഇവിടെ നിസ്കരിക്കാന്നാ നിങ്ങൾ രണ്ടാളേനുള്ളൂ. നിങ്ങൾ രണ്ടാളുള്ളൂ. എന്നാ വേഗം കേറി. ഹരീം ഹരീം അടിച്ചല്ലേ. ഈ വഴിയിലൂടെ കേട്ടോ ഇറാ ഗുഹയ്ക്ക് പോവുക. ആദ്യം ഒരാൾ പോയി എന്നിട്ട് മറ്റാൾ പോവാ വിചാരിച്ചു. മോളിങ് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോസിബിൾ അല്ല തോന്നുന്നു. ഒരാൾ പോയിട്ട് ഒരാൾ പോരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പാത്തമ്മക്ക് ഫോൺ വേണം. അവൾ ഇതിൻ്റെ ഇത് പറിച്ചെടുക്കുകയാണ്. ഓക്കെ ഫോൺ വേണ്ടിയിട്ട് ഫോണിനാണ്. ഫോൺ തരാൻ പറ്റൂല. ഇതാ ഇവിടുന്ന് മക്കൊക്കെ കാണാട്ടോ. മക്ക സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹറമിൻ്റെ മിനാരങ്ങളൊക്കെ അതാ കാണുന്നത്. അതാണ് ഹറമിൻ്റെ മിനാരം. അങ്ങനെ എനിക്കും ഇറാ ഗുഹൻ്റെ ഉള്ളിൽ കയറാനും അവിടെ നിന്ന് സുജൂദ് ചെയ്യാനൊക്കെ ഒരു അവസരം ലഭിച്ചിട്ടോ. ഒന്ന് നമുക്ക് നിസ്കരിക്കാനൊന്നും അവിടെ ടൈം കിട്ടൂല. അത്രയും ആ ഒരു ചെറിയൊരു ഏരിയ ഫുൾ പാറക്കെട്ട് നമ്മളിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സുജൂദ് ചെയ്യുക, എന്നിട്ട് മേലെ ഒന്ന് നിസ്കരിക്കുക. അവിടെ ആണെങ്കിൽ ആൾക്കാർ ദുആ ചെയ്തിട്ടും നിസ്കരിച്ചിട്ടൊക്കെ ഒരാൾ തന്നെ ആ ഒരു ചെറിയൊരു സ്ഥലത്ത് നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അൽഹംദുലില്ലാ ജബൽ നൂർ കയറി. ഞാനും മോളും ഹസ്ബൻഡും കൂടി കയറി ഇറാ ഗുഹയൊക്കെ കണ്ട് നിസ്കരിക്കുകയോ ചെയ്ത് ഇനി തിരിച്ചിറങ്ങുക കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല താഴേക്ക് നോക്കുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ. കയറുമ്പോൾ നമ്മൾ കയറി താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അടി തെറ്റിപ്പോയാൽ അങ്ങനെ താഴത്ത് കിടക്കും. അപ്പോൾ പിന്നെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു അവിടുത്തെ പാറകളൊക്കെ. ഇറങ്ങുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്ന ഇറങ്ങുമ്പോഴാണ് നല്ല സുഖം, പക്ഷേ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും റിസ്ക് തോന്നുന്നത്. കാല് കടിച്ചിലിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും, അല്ലാതെ പേടിക്ക് യാതൊരു കുറവും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് കുട്ടിക്ക് ഒന്ന് ഫീഡൊക്കെ ചെയ്തിട്ടോ. ഒരു പാറൻ്റെ അടിയിൽ പോയിട്ട് അവൾ രാവിലെ മുതൽ ഒന്നും കഴിക്കുന്നില്ലല്ലോ ഇവിടെ എത്തിയ മുതൽ. അൽഹംദുലില്ലാ അങ്ങനെ ഇറാ ഗുഹയിൽ കയറി സുന്നത്ത് നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇറങ്ങിക്കോ. അൽഹംദുലില്ലാ അങ്ങനെ ഇറാ ഗുഹയിൽ കയറി സുന്നത്തൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ ഇറങ്ങുകയാണ് തിരിച്ച്. ബാക്കിൽ മൊത്തം സിറ്റി ആട്ടോ. പിന്നെ അതിൻ്റെ മേലെന്നൊന്നും ഞങ്ങൾ എടുത്തില്ല, അവിടെ നല്ല തിരക്കാണ്. പിന്നെ നമുക്ക് സുജൂദ് ചെയ്യാനൊക്കെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗമായി ചെയ്യാം. അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോസിനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. പിന്നെ ദുആയിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്.
ഇതൊക്കെ അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഒരിറങ്ങി അവിടെ എത്തിയാണ്. ഈ കാണാനല്ലോ അതവിടെ. ഞാനിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. കാറ്റുണ്ട്, പക്ഷെ പൊരി വെയില. സൂര്യൻ ഇങ്ങനെ ഉച്ചയ്ക്കാണ് നിൽക്കുന്നത്. ഇറങ്ങുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ 50 പൈസൻ്റെ വെള്ളത്തിന് ഒരു 3 റിയാലും 4 റിയാലൊക്കെ മേടിക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോലിരുന്ന് മേടിക്കുകയും ചെയ്യും. പിന്നെ ഓല് ഇതൊക്കെ കയറ്റിങ്ങോട്ട് മേലേക്ക് കയറി വരുന്നതും ഓൽക്ക് ക്യാഷിന് വേണ്ടിയല്ലേ. ഇതിന് പെർമിറ്റ് വേണോ നാല്? ഇവിടെ കച്ചവടം ചെയ്യാനൊന്നും വേണ്ടല്ലോ, ആരും സമ്മതമൊന്നും ഉണ്ടല്ലോ. ഞാൻ തുടങ്ങും. നേരെ തിരിച്ചായിരുന്നു കേട്ടോ. മേ ബി എല്ലാ ദിവസം വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറങ്ങിയപ്പോ പെട്ടെന്ന് എത്തുന്നുണ്ട് അല്ലേ? കാല് പൊള്ളുന്നുണ്ടല്ലോ. എന്നാ എന്റെ ചെരുപ്പിട്ട് കുറച്ചു നേരം. എന്നാ കുറച്ചു നേരം അവിടെ എവിടെയും നിക്ക്. ഇതൊക്കെ ഭയങ്കര സ്ലിപ്പാണ്. ഇതൊക്കെ ഇങ്ങനെ വിൽക്കുന്ന കണ്ടിട്ടോ. നല്ല റേറ്റ് കാരം. താജത്തിനെക്കാട്ടിലും ഡബിളിൻ്റെ കാരം സാധനങ്ങൾക്കൊക്കെ. മക്കൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇതാട്ടുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിക്കണം. അവിടുന്ന് താഴെ എത്തി വരാനായിട്ടില്ല, എന്നാലും ഏകദേശം എത്തി. റോഡുകളൊക്കെ കാണുന്നുണ്ട്. ഒരു വട്ടം കയറി ഇറങ്ങിയപ്പത്തിന് നമ്മൾ കുഴങ്ങി. അതിങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി തന്നിട്ട്. ആകെ ചുവന്നതായി. അങ്ങനെ നമ്മൾ മല ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. കയറി ഇറങ്ങി ഒക്കെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. നല്ല വെയിലായിക്കൊണ്ട്. അവിടുന്ന് ഗുഹ ഇനി അവിടെ കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മൾ ഒക്കെ കഴിഞ്ഞ് ചുറ്റി വളഞ്ഞ് ഇപ്പം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഉണ്ടെന്ന് വിചാരിക്കുക. അന്നത്തെ കാലത്ത് ഒന്നും ഇല്ലാതെയാണ്. അങ്ങനെ ജബൽ നൂർ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഏരിയ ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു കാലിച്ചായ കുടിച്ച് ഇറങ്ങിയതാ. എന്തേ നമ്മൾ
റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാം. എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നല്ല ഉറക്കാണ്. ഇപ്പം അത് നല്ല ഉറക്കാട്ടോ. വിയർത്ത് കുളിച്ച് അപ്പം എന്തെങ്കിലും പോയി ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ഒരു രണ്ടാളും ഇവിടെ നിന്നോട്ടെ. ചേച്ചി പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെയുള്ള. 2 ചിക്കൻ ഷവർമയും 2 മാംഗോ ജ്യൂസും മേടിച്ചു. 56 റിയാല്. അപ്പം അതും ആകെ ചൂന്ന് നിൽക്കണണ്ടില്ലേ. ഇവിടെ 2 വേറെ മലയാളീസ് ഉണ്ട് കേട്ടോ. എന്താ ചിന്തിക്കണേ ചാരി ഇരുന്നാളാ. ഓളെ കണ്ട് കൊണ്ട ഞാൻ വെച്ചോ. ഓർഡർ ചെയ്ത ഫുഡ് എത്തിയുണ്ട്. മാംഗോ ജ്യൂസ്. നിർമ്മിച്ചിട്ട് കുട്ടിയുടെ കുട്ടിക്ക് എന്താ വേണ്ടത്? മാംഗോ ജ്യൂസ് വേണം. കുടിക്കാനായിട്ടില്ല കേട്ടാ. അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഓളിയും കൊണ്ട് ഞങ്ങള് ജബൽനൂർ കയറി വന്നു. ഇനി നേരെ ജുമാമയ്ക്ക് ഹറമിൻ്റെ അവിടെ എത്തും കേട്ടോ. റൂമിലേക്ക് എത്തും. റൂമിലിരുന്ന് കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞ പാടെ ജുമ തുടങ്ങിയിട്ടാരം. പിന്നെ ഇവിടെ എൻ്റെ ചെറിയ അളിയാക്കുണ്ട് മക്കത്ത്. ഇന്ന് ഒരു അരമണിക്കൂറുള്ളൂ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ നേരെ അൽദവ. അങ്ങനെ മക്കൻ്റെ ഇത് കഴിഞ്ഞു. 2 ഡേയ്സാണ് മക്കത്തുണ്ടായത്. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. ഇൻഷാല്ലാ നീ വരാമല്ലോ അല്ലേ. എനിക്ക് കഴിക്കണം. ഇതൊക്കെ പാത്തുമ്മ കേടെത്തിച്ചതാ അല്ലേ അല്ലേ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാം. എണീറ്റപ്പോൾ തീരെ വയ്ക്കുന്നില്ല. അടുത്ത് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. കൊട്ട വെയിലാണ് ഗൈസ്, കൊട്ട വെയിൽ. ഫോട്ടോ നല്ല ഇനി ഇവിടുന്നൊരു ടാക്സി വിളിച്ചിട്ട് റൂമിൽ പോവാം. അതിന് സമയം എത്രയായി? 10:00 ആയി ഉണ്ടാവും. പിന്നെ അടുക്കട്ടോ.